വെരി ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് എന്ന സോഷ്യൽ സയൻസിന്റെ ഒരു വിഭാഗം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എക്കണോമിക്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അത് നമ്മളെ ഒരു NCERT സിലബസിൽ ചാപ്റ്റർ 9 ക്ലാസ് സ്റ്റാൻഡേർഡ് 9ലുള്ള ചാപ്റ്റർ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ബേസിക്സ് അറിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നെയിം എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് എ വില്ലേജ് പലംപൂർ. അപ്പോൾ ഒരു ഇമാജിനറി വില്ലേജ്, ഒരു പലംപൂർ എന്ന് പറയുന്ന ഒരു വില്ലേജ് വെച്ച് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, എക്കണോമിക്സിന്റെ കുറച്ച് ഡാറ്റാസ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്ന വാട്ട് ഈസ് എക്കണോമിക്സ്, ബേസിക് എക്കണോമിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മളെ ചുറ്റും നടക്കുന്ന എക്കണോമിക് കാര്യങ്ങളും പ്രൊഡക്ഷൻ, ഗുഡ്സ്, സർവീസസ്, അതൊക്കെ എന്താണ് എന്ന്, എങ്ങനെയാണ് എക്കണോമിക്കലി നമ്മൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്കാസിറ്റി ആൻഡ് ചോയ്സ്. സ്കാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് ഒരു ലിമിറ്റഡ് എമൗണ്ട് ആയിട്ടുള്ള ഗുഡ്സും സർവീസസും ആണ് നമുക്ക് നമ്മളെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അത് സ്കേഴ്സ് ആണ്. അതായത് നമ്മൾ വാട്ടർ സ്കാസിറ്റി, സോയിൽ സ്കാസിറ്റി, മിനറൽ സ്കാസിറ്റി, ഫുഡ് സ്കാസിറ്റി എന്നൊക്കെ പറയില്ലേ. അപ്പം ഈ സ്കേസിറ്റി നമ്മൾ ചോയ്സ്, ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ ഒരു ഉടുപ്പ് വാങ്ങുന്നത്, ഒരു പേന വാങ്ങുന്നത്, അതൊക്കെ നമ്മളൊരു ചോയ്സ് ആണ്. ഇപ്പൊ ഒരു സ്കൂളിൽ ചേരുന്നത് തന്നെ ഒരു ചോയ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു നമ്മളെ സ്കാസിറ്റിന്റെയും ചോയ്സിന്റെയും ഒരു ബേസിക് സ്റ്റഡി ആണ് എന്ത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ സ്കാസിറ്റിയും ചോയ്സിന്റെയും ഡിസിഷൻസ് എങ്ങനെ എടുക്കുന്നു, ഇൻ ഓർഡർ ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഹൗ വി മേക്ക് ഡിസിഷൻസ് റിഗാർഡിങ് സ്കാസിറ്റി ആൻഡ് ചോയ്സ്. ആ ഡിസിഷൻ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയണം. അപ്പൊ ഈ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? എന്താണ് പ്രൊഡക്ഷനിൽ നമ്മൾ വരുന്ന വേർഡ്സ് എന്താ? അതായത് ഗുഡ്സ്, സർവീസസ്, അതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഫസ്റ്റ് ഇപ്പൊ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെയിന് ഒരു ഹൈപ്പോത്തറ്റിക്കൽ വില്ലേജ് ആണ് പലമ്പൂർ. അതായത് ഒരു ഇമാജിനറി വില്ലേജ്. ഇപ്പൊ ഒരു വില്ലേജിലായിരിക്കാം താമസിക്കുന്നത്. അപ്പം നമ്മളെ ഒരു വില്ലേജുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുക. ഞാൻ ഇതിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എവ്രി ഡാറ്റ ഷുഡ് ബി കമ്പയർഡ് ടു യുവർ സെൽഫ്. ഓക്കെ. അപ്പം പർപ്പസ് ഓഫ് ദ സ്റ്റോറി ഇസ് ടു ഇൻട്രൊഡ്യൂസ് സം ബേസിക് കോൺസെപ്റ്റ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ. And this we do through a story of a hypothetical village called പലംപൂർ. അപ്പൊ പലംപൂർ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ വില്ലേജിലെ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ കുറെ പ്രൊഡക്ഷന്റെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. Farming is the main activity in Palampur, whereas several other activities such as small-scale manufacturing, dairy, transport, etc. are carried out on a limited scale. These production activities need various types of resources: natural resources, man-made items, human effort, money, etc. As we read through the story of Palampur, we will learn how various resources combine to produce desired goods and services in the village. അപ്പം ഫാമിംഗ് ആണ് ഈ പലപ്പൂർ വില്ലേജിലെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ അവിടെ മാനുഫാക്ചറിങ് ഉണ്ട്, ഡയറി അതായത് പാൽ ഉൽപാദനങ്ങളുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അതൊക്കെ ചെറിയ ലിമിറ്റഡ് സ്കെയിലേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം തുടങ്ങണമെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ റിസോഴ്സസ് വേണം. ഇപ്പൊ അത് മാൻമെയ്ഡ് ഐറ്റംസ് ആയിരിക്കാം, ഒരു ഹ്യൂമൻ എഫേർട്ട് ആയിരിക്കാം, അതേപോലെ ഒരു നാച്ചുറൽ റിസോഴ്സസ് ആയിരിക്കാം, മണി, പൈസ വേണം അല്ലെ. അപ്പം ഇതൊക്കെ എങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടത്തുന്നു, അത് എക്കണോമിക്കലി എന്താണ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇൻട്രൊഡക്ഷനിൽ പലംപൂർ എന്താണ്, പലംപൂരിന്റെ ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടി പോവാണ്.
Palambur is a well connected with neighboring villages and towns. Raiganj, a big village 3 kilometers from Palambur, and all-weather road connects the village to Raiganj and further on to the nearest small town on Shapur. അപ്പം ഇവിടെ ബേസിക്കലി പലമ്പൂർ വില്ലേജ് എങ്ങനെയാണ്, അപ്പൊ അത് നെയ്ബറിംഗ് ആയിട്ടുള്ള ടൗണിന്റെ പേര് റായ്ഗഞ്ച് ആണ്. അവിടേക്ക് 3 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഒന്ന് അവര് ബുള്ളോക്ക് കാർട്ട്സും ടോങ്കാസ്, ബോഗീസ്, വുഡൻ കാർട്ട് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മോട്ടോർ സൈക്കിൾസ്, ജീപ്സ്, ട്രാക്ടേഴ്സ് അതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇതാണ് അവിടെ മെയിൻ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു കണക്ടിവിറ്റിന്റെ കാര്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ വില്ലേജില് ഒരു 450 ഫാമിലീസ്, ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു 450 ഫാമിലീസ് ഉണ്ട്. അതില് ഇറ്റ് ഇൻക്ലൂഡ്സ് 80 അപ്പർ കാസ്റ്റ് ഫാമിലീസ് ആൻഡ് പിന്നെ ഒരു 1/3 പോപ്പുലേഷൻ എന്ന് പറയുന്നത് ദളിത്സ് ആണ്. ദളിത് എന്ന് പറയുന്നവരാണ് ഒരു 1/3 പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഒരു 450 ഫാമിലീസ് ഉണ്ട് അപ്പുറത്ത്. ഇപ്പൊ നമ്മള് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ഒരു വില്ലേജിലേക്ക് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സറൗണ്ടിങ്സുമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളും ഫാക്ടേഴ്സും എല്ലാം അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ 1/3 ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ദളിത്, ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള കാസ്റ്റ് ആയിട്ടുള്ള അവരാണ്. അപ്പൊ കൂടുതലും ഈ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഫാമിലീസ് അത്യാവശ്യം നല്ല ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയ വീടുകളിലാണ് താമസിക്കുന്നത്. ദളിത് അവര് മഡ് അല്ലെ സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താ, വൈക്കോല്, അത് കൊണ്ടുണ്ടാക്കിയ വീടുകളിലാണ് താമസിക്കുന്നത്. പിന്നെ ഇലക്ട്രിക് കണക്ഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇലക്ട്രിക് കണക്ഷൻസ് പറയുന്നത് എന്താന്ന് വെച്ചാല് ഫുൾ ഇലക്ട്രിക് കണക്ഷൻസ് കണക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിംഗ് ആണ്, നമ്മൾ പറഞ്ഞല്ലോ ഒരു മെയിൻ ആക്ടിവിറ്റി ഫാമിംഗ് ആണ്. അപ്പൊ അവര് കറക്റ്റ് ചെയ്യുന്ന എന്താ പറയാ, അഗ്രികൾച്ചർ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്, ട്യൂബ് വെൽസ് ഉപയോഗിച്ചിട്ടാണ് അവരെ ഫീൽഡും കാര്യങ്ങളൊക്കെ ഇറിഗേറ്റ് ചെയ്യുന്നത്. പിന്നെ അവരെ സ്കൂൾ കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രൈമറി സ്കൂൾ ഉണ്ട്. പ്രൈമറി സ്കൂൾ ഉണ്ട്, അതേപോലെ 1 ഹൈസ്കൂൾ ഉണ്ട്. പിന്നെ ഹെൽത്ത് സെന്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈമറി PHC ചെറിയ ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ പ്രൈവറ്റ് ഡിസ്പെൻസറീസ് ഉണ്ട്. അപ്പം ഇതാണ് മെയിൻലി അവരുടെ ഒരു എന്താ പറയാ, സ്കൂൾ ഉണ്ട്. അതേപോലെ ഹെൽത്ത് സെന്റേഴ്സ്, നമുക്ക് അസുഖം വന്നാൽ കാണിക്കാൻ, ഹെൽത്ത് കണ്ടീഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. അതൊരു ഗവൺമെന്റ് റൺ ചെയ്യുന്നത് കൊണ്ട് പ്രൈവറ്റ് ഉണ്ട്. അതേപോലെ നമ്മളെ ഹൗസ് എങ്ങനെയാണ്, വീടുകൾ എങ്ങനെയാണ്, അതിന്റെ പോപ്പുലേഷൻ എങ്ങനെയാണെന്ന് ഒരു ഓവർവ്യൂ നമുക്കിപ്പോ തന്ന ഇൻട്രൊഡക്ഷൻ പാർട്ടില്. അപ്പം ഈ ഡിസ്ക്രിപ്ഷൻ ഒക്കെ തരുന്ന ഒരു ഐഡിയ എന്താണ്, ഒരു ഫെയർലി ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് ഈ പലമ്പൂർ എന്ന് പറയുന്നത്. അതൊരു ബേസിക് അമ്യൂണിറ്റീസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു വില്ലേജ് ആണ്. പിന്നെ അപ്പൊ ഈ സ്റ്റോറി ഓഫ് പലമ്പൂർ ആൻഡ് ഇമാജിനറി village will take us through different types of production activities in the village. In villages across India, farming is the main production activity. The other production activities referred to as non-farm activities include small manufacturing, transportation, shopkeeping, etc. We shall take a look at both these activities after learning a few general things about production. അപ്പം പലമ്പൂർ എന്ന് പറയുന്ന സ്റ്റോറി നമ്മളെ ഇന്ത്യയിലെ ഒരു കണ്ടീഷൻ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ബേസിക് വില്ലേജ്, ഒരു ഫെയർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വില്ലേജില് അവരുടെ അമ്യൂണിറ്റീസ് എങ്ങനെയാണ്, പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എന്തൊക്കെ നടത്തുന്നു, എക്കണോമിക്കലി അതെങ്ങനെ ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട്
എങ്ങനെയാണിത് എന്താ പറയാ, ഇതിന്റെ കുറച്ച് വേർഡ്സ്, അതായത് എന്താണ് എക്കണോമിക്സ് എന്ന് പഠിക്കും. കുറെ ഒരു വേർഡ്സുകൾ നമ്മൾ പഠിക്കാനുണ്ട്, കുറെ ഫാക്ടേഴ്സ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് പ്രൊഡക്ഷൻ. അപ്പൊ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ, അതിൽ നമ്മൾ പ്രൊഡക്ഷൻ അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ദ എയിം ഓഫ് പ്രൊഡക്ഷൻ ഇസ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് വി വാണ്ട്. മെയിൻ എയിം എന്താണ്? നമുക്ക് വേണ്ട ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഒരു പ്രൊഡക്ഷന്റെ എയിം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ദർ ആർ 4 റിക്വയർമെന്റ്സ് ഫോർ പ്രൊഡക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. 4 റിക്വയർമെന്റ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. 4 റിക്വയർമെന്റ്സ്. Four requirements are required for production of goods and services. അപ്പൊ ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫസ്റ്റ് റിക്വയർമെന്റ് ഈസ് ലാൻഡ് ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ് സച്ച് ആസ് വാട്ടർ, ഫോറസ്റ്റ് ആൻഡ് മിനറൽസ്. ഇപ്പൊ മെയിൻ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഫാമിംഗ് ആണ്. ഫാമിംഗ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റിക്വയർമെന്റ് ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി, നമുക്ക് വേണ്ട സർവീസസും ഗുഡ്സും നമ്മൾ ഫാമിങ്ങിലൂടെ കണ്ടെത്തണമെങ്കിൽ, ടു പ്രൊഡ്യൂസ് അല്ലെ, ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ, ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്, ഫസ്റ്റ് റിക്വയർമെന്റ് ഈസ് ലാൻഡ് and another natural resources such as water, forest and minerals. The second requirement is labor, that is people who will do the work. അപ്പൊ നമ്മൾ ലാൻഡ് കണ്ടുപിടിച്ചു, അപ്പൊ അതിൽ ഇനി വർക്ക് ചെയ്യണം. അപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ, പണിയെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വർക്കേഴ്സ് വേണം അല്ലെ? അതിനാണ് നമ്മൾ ലേബറേഴ്സ് എന്ന് പറയുന്നത്. സം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് റിക്വയർ ഹൈലി എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സ് ടു പെർഫോം ദ നെസസറി ടാസ്ക്. അതർ ആക്ടിവിറ്റീസ് റിക്വയർ വർക്കേഴ്സ് ഹു ക്യാൻ ഡു മാനുവൽ വർക്ക്. ചില വർക്കുകൾക്ക് ചിലപ്പോൾ നമുക്ക് നല്ല ഐഡിയാസ് ഉള്ള കാര്യം, കുറച്ച് പഠിച്ച ആൾക്കാരായിരിക്കും വേണ്ടിവരും, എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സ്. ചില വർക്കുകൾക്ക് സാധാ ആൾക്കാർ മതി. ഇപ്പൊ ഫാമിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പഠിച്ചിട്ട് വേറെ ലെവലിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാമിംഗ് ഉണ്ട്. ഞാൻ നോർമലി ഒരു ബേസിക്കലി ആണ് പറയുന്നത്. അപ്പം ഈച്ച് വർക്കർ ഈസ് പ്രൊവൈഡിങ് ദ ലേബർ നെസസറി ഫോർ പ്രൊഡക്ഷൻ. അത് എഡ്യൂക്കേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സ് ആയിക്കോട്ടെ, ലേബറേഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈച്ച് വർക്കർ ഈസ് പ്രൊവൈഡിങ് ലേബർ. എല്ലാവരും അവരവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്താണ്? തേർഡ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാപിറ്റൽ ആണ്. എന്താണ്? ഫിസിക്കൽ ക്യാപിറ്റൽ. അപ്പം ഒരു മിനിറ്റ്, പേജ് ഓക്കെ. നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വെറൈറ്റി ഓഫ് ഇൻപുട്സ് റിക്വയർഡ് അറ്റ് എവറി സ്റ്റേജ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ. അപ്പൊ പ്രൊഡക്ഷന്റെ സമയത്ത് ഓരോ സ്റ്റേജിലും നമുക്ക് ആവശ്യമായിട്ടുള്ള, ഓക്കെ സോറി ഫോർ ദ ഡിലേ, പേജ് ഒന്ന് മാറിപ്പോയതാണ്. അപ്പം ഫിസിക്കൽ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് വെറൈറ്റി ഓഫ് ഇൻപുട്സ് റിക്വയർഡ് അറ്റ് എവറി സ്റ്റേജ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ. അപ്പൊ ഓരോ സ്റ്റേജിലും നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ടുകളാണ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് അതിനേത് മാനുവർ, വെള്ളം കൊടുക്കണം അല്ലെ? അതിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഈ നമ്മളെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ത്രൂ ഔട്ട് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ വെറൈറ്റി ഓഫ് ഇൻപുട്സ് ആണ് എന്ത്? ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഫിസിക്കൽ ക്യാപിറ്റലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. അപ്പൊ നിങ്ങൾ ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ ഇനി എക്കണോമിക്സ് അങ്ങോട്ടേക്ക് പഠിക്കും തോറും നിങ്ങൾക്ക് ഈ കുറെ വേർഡ്സ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. പ്രൊഡക്ഷൻ,
എന്തൊക്കെയുണ്ട്? പ്രൊഡക്ഷൻ ക്യാപിറ്റൽ, ഓക്കെ, ഫിസിക്കൽ ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ്, ഇവയൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ വരുന്നത്. ടൂൾസ് ആൻഡ് മെഷീൻസ് റേഞ്ച് ഫ്രം വെരി സിമ്പിൾ ടൂൾസ് such as farmers plow to sophisticated machines such as generators, turbines, computers, etc. ഇപ്പൊ ടൂൾസ് മെഷീൻസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അല്ലെ? നമ്മുടെ ഫാമർ ഉപയോഗിക്കുന്ന ചെറിയ പ്ലോ, അതായത് സിമ്പിൾ ടൂൾസ് ആണ് അതൊക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന കൈക്കോട്ട്, കത്തി, അതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ആണ്. അതേപോലെ ഡിഫറെന്റ് വെരി ബിഗ് മെഷീൻസ് ഉണ്ട്, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. അതിൽ വരുന്നത് എന്തൊക്കെയാണ്? ജനറേറ്റേഴ്സ് ഉണ്ട്, ടർബൈൻസ് ഉണ്ട്, കമ്പ്യൂട്ടേഴ്സ് അല്ലെ, ട്രാക്ടേഴ്സ്, മെഷീനറീസ്, അതൊക്കെ ഉപയോഗിക്കുന്നതാണ് ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ്, അതൊക്കെ വരുന്നതാണ് എന്ത്? ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓവർ മെനി ഇയേഴ്സ് ആർ കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. നമ്മൾ മെനി ഇയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട്, അതാണ് എന്ത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റലിലുള്ളതാണ് റോ മെറ്റീരിയൽസ് ആൻഡ് മണി. നമ്മുടെ കയ്യിലുള്ള പൈസയും റോ മെറ്റീരിയൽസും ആണ് വർക്കിംഗ് ക്യാപിറ്റലിലുള്ളത്. പ്രൊഡക്ഷൻ റിക്വയർസ് എ വെറൈറ്റി ഓഫ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് yarn used by വീവർ ആൻഡ് ദ ക്ലേ യൂസ്ഡ് ബൈ ദ പോട്ടർ. എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ വീവർ, അതായത് തുണിയൊക്കെ നെയ്തെടുക്കുന്ന ആൾക്ക് യാൺ വേണം അല്ലെ? അതേപോലെ പോട്ടർ, കലം ഉണ്ടാക്കുന്ന ആൾക്ക് എന്ത് വേണം? ക്ലേ വേണം. ബേസിക് റോ മെറ്റീരിയൽ ആണ്. ക്ലേ ഇല്ലാണ്ട് പോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ റോ മെറ്റീരിയൽസ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ, മണി, അതാണ് റോ മെറ്റീരിയൽസ് ആൻഡ് മണി. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് റിക്വയർമെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്, എന്റർപ്രൈസ് അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ്. എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ആദ്യം പഠിച്ച 3 ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ. ഈ 3ഉം നമ്മുടെ ഒരു നോളജ് വെച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഒരു ഔട്ട്പുട്ട് വരുന്നത് അല്ലെ? അപ്പം അതാണ് എന്ത് പറയുന്നത്? എന്റർപ്രണർഷിപ്പ്. അതൊരു ഹ്യൂമൻ എഫേർട്ട് ആയിരിക്കാം അല്ലെ? ഡെഫിനറ്റ്ലി ഒരു ഹ്യൂമൻ എഫേർട്ട് ആയിരിക്കാം. ഇപ്പൊ മെഷീനറി അങ്ങനെയുള്ള ഒരു മാനുഫാക്ചർ, വലിയ മെഷീൻസിന്റെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കൂടുതൽ മെയിൻ ആയിട്ട് ഈ ഫോർത്ത് റിക്വയർമെന്റ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹ്യൂമൻ എഫേർട്ടിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എവറി പ്രൊഡക്ഷൻ ഈസ് ഓർഗനൈസ്ഡ് ബൈ കമ്പൈനിങ് ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എക്കണോമിക്സ് ബേസ് എന്താണ്? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്കാസിറ്റി ആൻഡ് ചോയ്സ്. അപ്പം ഈ സ്കാസിറ്റിയും ചോയ്സിലേക്കുള്ള എന്താ പറയാ ഡിസിഷൻസ് നമ്മൾ എങ്ങനെ എടുക്കുന്നു, കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷനിലുള്ള മെയിൻ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതിലോട്ട് നമ്മൾ ഫസ്റ്റ് ബേസിക്കലി നമ്മൾ പഠിച്ചു വരുന്നത്, നമ്മളെ ചാപ്റ്റർ എന്താണ്? പലമ്പൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിന്റെ സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ വില്ലേജ്, ഒരു ഇമാജിനറി വില്ലേജ്. അപ്പൊ നമ്മുടെ വില്ലേജുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുക. ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ അടുത്തുണ്ടല്ലോ, ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ എക്കണോമിക്കലി പ്രൊഡക്ഷൻ എന്താണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് തന്നെ പോവുക. അപ്പൊ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? അപ്പൊ ആദ്യം പലമ്പൂരിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞത് നിങ്ങളുടെ വില്ലേജുമായിട്ട് കമ്പയർ, നിങ്ങളുടെ വില്ലേജിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ വില്ലേജ് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. എന്താണ് അവിടെ നടക്കുന്നത്? കണക്ഷൻസ് എങ്ങനെയാണ്? റോഡ് കണക്ഷൻസ് എങ്ങനെയാണ്? ഇലക്ട്രിക് കണക്ഷൻസ് ഉണ്ടോ? ബേസിക് കമ്മ്യൂണിറ്റീസ് ആയ സ്കൂൾസ് ഉണ്ടോ? പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടോ? ഓക്കെ, അപ്പം ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റലിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫോർത്ത് റിക്വയർമെന്റ് എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്റർപ്രണർഷിപ്പ്. ഓക്കെ, ഇതാണ് മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാമിംഗ് ഇൻ പലമ്പൂർ. അതിൽ ഫാമിംഗ് ആണ് മെയിൻ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അതിൽ എന്തൊക്കെയാണ് വരുന്നതാണ്? ലാൻഡ് ഈസ് ഫിക്സഡ് എന്നാണ് പറയുന്നത്.
Farming is the main production activity in Palambur. 75% of the people who are working are dependent on farming for their livelihood. They could be farmers or farm laborers. The well-being of these people is closely related to production of the farms. അപ്പം പലമ്പൂരിലുള്ള ലാൻഡ് ഫിക്സഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഫിക്സഡ് ഏരിയ ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ആണ് അവിടെ ഉള്ളത്. ഇതാണ് അവര് കാലാകാലമായിട്ട് ഉപയോഗിക്കുന്നത്. ബേസിക് കൺസ്ട്രെയിന്റും എന്താണ്, ഒരു ഫാബ്രിക് പ്രൊഡക്ഷൻ ഇനി ഇവിടെ കൂട്ടണമെങ്കിൽ ഇവിടെ നടക്കില്ല. കാരണം അത്രയും ലാൻഡ് ഉള്ളൂ. പിന്നെ നമ്മൾ ഉള്ള ലാൻഡിൽ നമ്മൾ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഫാമിംഗ് നടത്താനേ ഉള്ളൂ. കൂടുതൽ ഏരിയ ഇനിയും ഫാമിങ്ങിന് വേണ്ടിയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അതാണ് മെയിൻലി ഇവിടെയുള്ള ഒരു ബേസിക് ഒരു നെഗറ്റീവ്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു വില്ലേജുമായിട്ടും കമ്പയർ ചെയ്യുക. അവിടെ ഫാമിംഗ് ലാൻഡ് എത്രത്തോളം ഉണ്ട്, ഇനി ഒരു ഫാമിംഗ് ലാൻഡ് അവിടെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് പറ്റുമോ? ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് നോക്കുക. ലാൻഡ് ഏരിയ അണ്ടർ കൾട്ടിവേഷൻ ഈസ് പ്രാക്ടിക്കലി ഫിക്സഡ്. അപ്പം സിൻസ് 1960 in Palambur there has been no expansion in land area under കൾട്ടിവേഷൻ. അപ്പൊ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ലാൻഡ് ഏരിയ 1960 ഒരു ബേസിക്കലി പറയാണ്, 1960 ഒരു എക്സ്പാൻഷനും നടന്നിട്ടില്ല. പിന്നെ കുറെ വേസ്റ്റ് ലാൻഡ്സ് ഒക്കെ കൾട്ടിവേബിൾ ലാൻഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഓരോ ഫാക്ടേഴ്സും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത്. ഈ വേസ്റ്റ് ലാൻഡ്സ് ഒക്കെ കൾട്ടിവേബിൾ ലാൻഡ് ആക്കിയാലുള്ള ഗുണം, പ്രൊഡക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്തു, എക്കണോമിക്കലി നമുക്ക് പ്രൊഡക്ഷൻ അധികമാക്കാൻ പറ്റും. ഓക്കെ, അപ്പം കുറച്ച് വേസ്റ്റ് ലാൻഡ്സ് ഉപയോഗിക്കാൻ പറ്റും, അതൊക്കെയാണ്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം ഈ പലമ്പൂരിലെ എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം പറഞ്ഞ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഫാമിങ്ങിനുള്ള ലാൻഡ് ഫിക്സഡ് ആണ്. നമുക്ക് അധികം ലാൻഡ് നമുക്കിനി കണ്ടെത്താനില്ല. കുറച്ച് വേസ്റ്റ് ലാൻഡ്സ് ഒക്കെ ഉള്ളത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ ഇനിയും ഒരു ഫാമിംഗ് ഏരിയ കണ്ടെത്താൻ കഴിയില്ല. അത് നമുക്ക് ബേസിക്കലി നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ കുറെ വീടുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു ലാൻഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇനിയും ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കൂട്ടണമെങ്കിൽ, പ്രൊഡക്ഷൻ ഒരു ഔട്ട്പുട്ട് വരുന്നത് അധികമാക്കണമെങ്കിൽ നെക്സ്റ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് ദർ എ വേ വൺ ക്യാൻ ഗ്രോ മോർ ഫ്രം ദ സെയിം ലാൻഡ്. അതായത് ആ ഉള്ള ലാൻഡിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് നമുക്ക് ഒരേ സമയം തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതാണ് നമ്മൾ ഇനിയിപ്പോ പഠിക്കാൻ പോകുന്നത്. അപ്പം in the kind of crops grown and facilities available, Palambur would resemble a village of the western part of the state of Uttar Pradesh. All land is cultivated in Palambur. No land is left idle. During the rainy season, farmers grow jowar, bajra. These plants are used as cattle field. It is followed by cultivation of potato between October and December. In the winter season, fields are sown with wheat. From the wheat produced, farmers keep enough wheat for the family consumption and sell the surplus wheat at the market at the Raiganj. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രസന്റ് സ്റ്റേജുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടോപ്പിക്സ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ തന്നെ അവർ കമ്പയറിങ് നടത്തിയിട്ടുണ്ട്. അതായത് ഈ പലമ്പൂർ ഇമാജിനറി വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഒരു വെസ്റ്റേൺ പാർട്ടുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ക്രോപ്സും എല്ലാ ലാൻഡ്സും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരെ ഒരു പ്രൊസീജിയർ, ഇപ്പൊ നമ്മൾ സയൻസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് പഠിക്കുന്നുണ്ട്. കാരിഫ് ക്രോപ്സ്, റാബി ക്രോപ്സ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ്. അത് ഡിഫറെന്റ് സീസണിലാണ് നമ്മൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? സീസൺ. അതെ, നമ്മുടെ സ്ഥലത്ത് മഴക്കാലത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്രോപ്സ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാന്നൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യാം. നമ്മുടെ മഴക്കാലത്ത് എന്താണ് ഉപയോഗിക്കുക, ചൂടുള്ള വിന്റർ സീസണിൽ എന്താണ്. അപ്പൊ കാരിഫ്, അതായത് റെയിനി സീസൺ, അതായത് കാരിഫ് ക്രോപ്സില് ഇവര് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ജോവർ, ബജ്ര, അതൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ജോവർ, ബജ്ര. അപ്പൊ അതിന്റെയൊക്കെ പിന്നെ എന്താ പറയാ, കാറ്റിൽ ഫീഡിന്, അതായത് അവിടെ അവരുപയോഗിക്കുന്ന പശുക്കൾക്കും എല്ലാത്തിനും അതിന്റെ ലീവ്സ് കൊടുക്കാം ഫീഡായിട്ട്. അതേപോലെ ഫോളോഡ് ബൈ ആ റെയിനി സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ഒക്ടോബർ ഡിസംബർ ആ ഒരു സമയത്ത് അവർ പൊട്ടറ്റോ കൾട്ടിവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആ പൊട്ടറ്റോന്റെ കഴിഞ്ഞാൽ ആ വിന്റർ സീസൺ അത് വരുന്ന സമയത്ത് വീറ്റ്.
ഗോതമ്പ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം ഈ വീറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അധികം കുറച്ച് അവരെ ഫാമിലിന്റെ, അതായത് നമ്മുടെ ഫാമിലിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് ഫീൽഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരിയൊക്കെ അവിടെ ഉണ്ടാക്കും അല്ലെ. അപ്പൊ നമ്മള് അരിയൊക്കെ ഉണ്ടാക്കിയ നമ്മളെ ആവശ്യത്തിന് നമ്മൾ എടുത്തു വെക്കും, ബാക്കിയുള്ളത് നമ്മൾ കടയിൽ കൊടുക്കും. അതേപോലെ തന്നെയാണ് അവര് സർപ്ലസ് വീറ്റ് എന്ത് ചെയ്തു, ഇപ്പൊ നമ്മൾ നിയറസ്റ്റ് ടൗൺ ഇവിടെയുള്ളത് റായ്ഗഞ്ച് നേരത്തെ പറഞ്ഞല്ലോ, റായ്ഗഞ്ചിന് കൊണ്ട് കൊടുക്കും. അവരവരുടെ ഇൻകം ഉണ്ടാക്കുന്നു, വേ ഓഫ് ഇൻകം. പിന്നെ കുറച്ച് ലാൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ഷുഗർ കെയിൻ റോ ആയിട്ടും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ജ്യൂസ് അല്ലെ, പിന്നെ ജാഗറി, വെല്ലം ഉണ്ടാക്കുന്നത് അതിൽ നിന്നാണ്. അപ്പം ഷാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ജാഗറി അവർ സോൾവ് ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ അവരെന്ത് ചെയ്യുന്നു, ഇൻകം ഉണ്ടാക്കുന്നു. ഈ ഫാമേഴ്സ് ഡിഫറെന്റ് ക്രോപ്സ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യം എന്താണ്, മെയിൻ നമുക്ക് ഈ കൾട്ടിവേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, വെള്ളം വേണം, ഇറിഗേഷൻ വേണം അല്ലെ. അപ്പൊ മെയിൻ ഇലക്ട്രിസിറ്റി ഒക്കെ ഇവിടെ മെയിൻ ആയിട്ട് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ എന്താ പറയാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ അവർക്ക് നടത്താൻ പറ്റുന്നത്. കാരണം ഇറിഗേഷൻ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ട്യൂബ് വെൽസ് എന്നായാലും എല്ലാത്തിനും സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, പ്രൈവറ്റ് ട്യൂബ് വെൽസ് അവർ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മളെ ഇന്ത്യ, നോട്ട് ഓൾ വില്ലേജസ് ഇൻ ഇന്ത്യ ഹാവ് സച്ച് ഹൈ ലെവൽസ് ഓഫ് ഇറിഗേഷൻ. അപ്പാർട്ട് ഫ്രം ദ റിവറൈൻ പ്ലെയിൻസ്, കോസ്റ്റൽ റീജിയൻസ് ഇൻ അവർ കൺട്രി ആർ വെൽ ഇറിഗേറ്റഡ്. ഇൻ കോൺട്രാസ്റ്റ്, plateau regions such as Deccan Plateau have low levels of irrigation. Of the total cultivated area in the country, a little less than 40% is irrigated even today. In the remaining areas, farming is largely dependent on rainfall. അപ്പം നമ്മുടെ ഇന്ത്യന്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും ഇറിഗേഷൻ നടക്കാത്ത, അതായത് റെയിനി സീസൺ ആയിട്ട് തന്നെ, അതായത് റെയിൻഫാൾ കൊണ്ട് മാത്രം ഇറിഗേഷൻ നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ഇപ്പോഴും എന്നാണ് പറയുന്നത്. To grow more than one crop on a piece of land during the year is known as multiple cropping. ഓക്കെ, ഒരേ വർഷം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് സെയിം ലാൻഡിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഓൾ ഫാമേഴ്സ് ഇൻ പലംപൂർ ഗ്രോ അറ്റ്ലീസ്റ്റ് 2 മെയിൻ ക്രോപ്സ്. 2 മെയിൻ ക്രോപ്പ് എങ്കിലും കൾട്ടിവേറ്റ് ചെയ്യാത്ത ഫാമേഴ്സ് പലംപൂരിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഒരു ടേബിൾ 1.1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കൾട്ടിവേറ്റഡ് ഏരിയ ഓവർ ദ ഇയേഴ്സ്. ഒരു 2017 വരെ പോക്കറ്റ് ബുക്ക് ഓഫ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് 2020, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കോർപ്പറേഷൻ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ ഒരു സർവേന്റെ ഭാഗ്യമായിട്ടുണ്ടായ ഒരു ചാർട്ടാണ്. അതിൽ കൾട്ടിവബിൾ ഏരിയ കൂടിയിട്ടുണ്ടോ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. 1950 മുതൽ 50 മുതൽ 2017 വരെയുള്ള ഡാറ്റാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഇൻക്രീസ് ഇൻ കൾട്ടിവേറ്റബിൾ ഏരിയ വന്നിട്ടുണ്ടോ, കൾട്ടിവേഷൻ കൂടിയോ, കൾട്ടിവേഷൻ വഴിയുള്ള പ്രൊഡക്ഷൻ കൂടിയോ? ഓക്കെ, അപ്പം ഇനി താഴെ ഉള്ള പോർഷനിൽ അതിന്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇയർ വൈസ് കൾട്ടിവേറ്റഡ് ഏരിയ എങ്ങനെ ഇൻക്രീസ് ആയി എന്ന ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ പറയുന്നുണ്ട്. ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്രീസ് ദ ഏരിയ അണ്ടർ ഇറിഗേഷൻ? വൈ? നിങ്ങൾ തന്നെ ആലോചിച്ചോക്കെ, നമ്മൾ ഇറിഗേറ്റഡ് ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്യണോ? ഇൻക്രീസ് ചെയ്താൽ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ആലോചിച്ചോക്കെ, ഇൻക്രീസ് ചെയ്യണോ? ഇൻക്രീസ് ചെയ്താൽ എന്താണ്, നല്ലതല്ലേ? നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട്സ് കിട്ടും അല്ലെ? You have read about the crops grown in Palambur. Fill the following table based on information on the crops grown in your region. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഏരിയ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നെയിം ഓഫ് ക്രോപ്പ്, മന്ത് സോൺ, മന്ത് ഹാർവസ്റ്റഡ്, സോഴ്സസ് ഓഫ് ഇറിഗേഷൻ. എന്താണ് സോഴ്സ്, അത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. ഇങ്ങനെ എക്കണോമിക്കലി നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ സർവേ എടുത്ത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ എക്കണോമിക്കലി നിങ്ങൾക്ക് നല്ല നോളജ് ഇൻക്രീസ് ആവും. കൂടുതൽ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ മെയിൻലി എക്കണോമിക് എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ആൾക്കാരുടെ
നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പം അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യുക. You have seen that one way of increasing production from the same land is multiple cropping. The other way is to use modern farming methods for higher yield. അപ്പൊ ഒരു മെത്തേഡ് എന്താണ്, നമ്മളിപ്പോ പഠിച്ചു, ഒരേ ലാൻഡിൽ സെയിം ഇയറിൽ ഡിഫറെന്റ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹയർ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കണം. മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് ഫോർ ഹയർ ഈൽഡ്. ഈൽഡ് ഈസ് മെഷേർഡ് ആസ്, ഈൽഡ് എന്താണ്, ഈൽഡ് ഈസ് മെഷേർഡ് ആസ് ക്രോപ്പ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ ഗിവൺ പീസ് ഓഫ് ലാൻഡ് ഡ്യൂറിങ് എ സിംഗിൾ സീസൺ. അതായത് നമുക്ക് കിട്ടുന്ന ആദായം എന്നൊക്കെ പറയും. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട്, അതാണ് ഈൽഡ് എന്ന് പറയുന്നത്. അപ്പം മിഡ് 1960s ഒക്കെ വരെ ട്രഡീഷണലി, ഇപ്പൊ നമ്മൾ ഈ പലമ്പൂർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥലം വെച്ച് തന്നെ പറയാം. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മൾ ട്രഡീഷണലി നമ്മൾ ഡെവലപ്പ് ചെയ്ത സീഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുക, വിത്തുകള്, അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ വീടുകളിൽ തന്നെ നമ്മൾ ടെറസിൽ നമ്മൾ ഇത് ചെറിയ ചെറിയ വെജിറ്റബിൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെ. ഇപ്പൊ സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ വീടിന്റെ ടെറസിൽ ചെയ്യുന്നുണ്ട്, അതേപോലെ ചെറിയ നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ ഫീൽഡിൽ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്, അല്ലെ. സർപ്ലസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ മെയിൻലി നമ്മൾ ആദ്യമൊക്കെ നമ്മുടേതായ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വിത്തുകളാണ്. പക്ഷെ നെക്സ്റ്റ്, ട്രഡീഷണൽ സീഡ്സ് നീഡഡ് ലെസ് ഇറിഗേഷൻ, കുറച്ച് ഇറിഗേഷൻ മതി. അതിന്റെ ഒക്കെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാല് കുറച്ച് ഇറിഗേഷൻ മതി, കൗഡങ്, അതേപോലെ നാച്ചുറൽ മാനുവേഴ്സ് ഒക്കെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് മതി, പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അതിന്റെ ഈൽഡ് കുറവായിരുന്നു. ഓക്കെ, ഒരു നെഗറ്റീവ് സൈഡ് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, ഈൽഡ് എന്ന് പറയുന്നത് കുറവ് തന്നെയായിരുന്നു. നെക്സ്റ്റ്, ഇത് ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ വന്ന ഒരു മെയിൻ ഒരു എക്കണോമിക് ഒരു ചേഞ്ച് ആണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. The Green Revolution in the late 1960s introduced the Indian farmer to cultivation of wheat and rice using high yielding varieties of seeds. അതായത് HYVs, ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചിട്ട് വീറ്റ്, റൈസ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രീൻ റവല്യൂഷൻ പോലെ നമ്മൾ കുറെ റവല്യൂഷൻ കണ്ടു. അതൊക്കെ ഓരോന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക, എന്തൊക്കെ റവല്യൂഷൻസ് വന്നു, അതിനോട് ഉണ്ടായ പോസിറ്റീവ് സൈഡ് എന്താണ്, നെഗറ്റീവ് സൈഡ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ട്രഡീഷണൽ സീഡ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ഈൽഡ് ഇവർക്ക് കിട്ടിത്തുടങ്ങി, ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് അവർക്ക് കിട്ടിത്തുടങ്ങി. പക്ഷെ പ്ലെന്റി ഓഫ് വാട്ടറും വേണ്ടി വന്നു, അതേപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഇപ്പൊ അവിടെ ഒരു ഫിഗർ ഉണ്ട്, പിക്ചർ 1.4 HYV സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, മോഡേൺ ഫാർമിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ അനലൈസ്, ഫാം മെഷീനറി, ഡീസൽ, പെസ്റ്റിസൈഡ്സ്, കനാൽസ്, പമ്പ് സെറ്റ്സ്, ഇലക്ട്രിസിറ്റി, ഡാംസ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മോഡേൺ ഫാമിംഗ് മെത്തേഡ്സിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സ് ആണ്, അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പൊ മെയിൻലി ഇതിൽ വന്ന ഇപ്പൊ നമ്മള് പ്രൊഡക്ഷനിലും ഫാമിംഗ് ആണ് പറയുന്നത്. ഫാമിങ്ങിൽ ഫസ്റ്റ് മെയിൻ ഹൈ ഈൽഡ് കിട്ടാൻ, ഹൈ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ആണ്. നെക്സ്റ്റ് വേ ഓഫ് എന്ന് പറഞ്ഞാൽ ഈൽഡ് അധികം കിട്ടുന്ന മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൽ ഗ്രീൻ റവല്യൂഷൻ മെയിൻ ഒരു പാർട്ടായിരുന്നു, മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. അപ്പൊ ഗ്രീൻ റവല്യൂഷന്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, ഹൈ ഈൽഡ് കിട്ടുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് സൈഡ് ഉണ്ട്, എന്താണ്, കൂടുതൽ വാട്ടർ വേണം, കൂടുതൽ ഇറിഗേഷൻ നടക്കണം, അതേപോലെ തന്നെ കൂടുതലായിട്ട് പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു. അതേപോലെ നമ്മുടെ ട്രഡീഷണൽ വേ ഓഫ് ഫാമിങ്ങിലുള്ള പോസിറ്റീവ് സൈഡ് എന്താണ്, കുറച്ച് ഇറിഗേഷൻ മതി, അതേപോലെ നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മാനുവേഴ്സും ഫെർട്ടിലൈസേഴ്സും ഉപയോഗിച്ചാൽ മതി. പക്ഷെ അതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈൽഡ് കുറവാണ്, അല്ലെ. അപ്പം ഹയർ ഈൽഡ്സ് were possible only from
A combination of HYV seeds, irrigation, chemical fertilizers, pesticides, etc. Okay. Appa, farmers of Punjab, Haryana, and Western Uttar Pradesh were the first to try out the modern farming methods in India. The farmers in this region set up tube wells for irrigation and made use of HYV seeds, chemical fertilizers, pesticides. Appa main ആയിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് അധികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് എന്ന് പറയുന്ന ഭാഗത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്, മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ്. അപ്പൊ ഈ ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങൾ അത് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ മെൻഷൻ ചെയ്യുക. The following table shows the production of wheat and pulses in India after the Green Revolution in units of million tons. What is the working capital required by the farmer using modern farming methods? Was the Green Revolution equally successful for both the crops? Okay. അപ്പം ആ ടേബിൾ നോക്കുക, അതിനനുസരിച്ച് അനലൈസ് ചെയ്യാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു സജസ്റ്റഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളിപ്പം സ്കൂളിലാണെങ്കിലും നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഇതെന്തായാലും നിങ്ങളേതായ രീതിയിൽ ചെയ്ത് നോക്കുക. ഡ്യൂറിങ് യുവർ ഫീൽഡ് വിസിറ്റ് ടോക്ക് ടു സം ഫാമേഴ്സ് ഓഫ് യുവർ റീജിയൻ. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഫാമേഴ്സുമായിട്ട് സംസാരിക്കുക, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. വാട്ട് കൈൻഡ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ്, മോഡേൺ ഓർ ട്രഡീഷണൽ ആണ് അവർ യൂസ് ചെയ്യുന്നത്, അത് നോട്ട് എടുക്കുക. സോഴ്സസ് ഓഫ് ഇറിഗേഷൻ, എത്ര കൾട്ടിവേറ്റഡ് ലാൻഡ് ഉണ്ട്, ഇറിഗേറ്റഡ് ആയിട്ട് വെരി ലിറ്റിൽ, അത് ഒരു സർവേ ആയിട്ട് തന്നെ എടുക്കുക. ഫ്രം വേർ ഡു ഫാമേഴ്സ് ഒബ്റ്റെയിൻ ഇൻപുട്സ് ദാറ്റ് ദേ റിക്വയർ. ഓക്കെ, അപ്പം അതൊക്കെയാണ് നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്യുക. ബേസിക്സ് അനലൈസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരികയാണ്. അപ്പൊ നമ്മൾ പ്രൊഡക്ഷനിൽ ഓക്കെ, നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് ലാൻഡ് സസ്റ്റെയിൻ. വിൽ ദ ലാൻഡ് സസ്റ്റെയിൻ? ലാൻഡ് സസ്റ്റെയിൻ അവർ ലാൻഡ് ബീങ് എ നാച്ചുറൽ റിസോഴ്സ്, ഒരു നാച്ചുറൽ റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ it is necessary to be careful in its use. Scientific reports indicate that the modern farming methods have overused the natural resource base. അത് നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സ് ബേസ് മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് കാരണം നമ്മൾ പറഞ്ഞു കൂടുതൽ പെസ്റ്റിസൈഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ബോഡിനെ അത് അഫക്ട് ചെയ്യും. അപ്പം ലാൻഡ് അത് സസ്റ്റെയിൻ ചെയ്യുമോ അതും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. ഗ്രീൻ റെവല്യൂഷൻ ഹൈ ലോസ് ഓഫ് ഫെർട്ടിലിറ്റി, സോയിൽ ഫെർട്ടിലിറ്റി അധികമായിട്ട് കുറയാൻ ഒരു കാരണം ആയിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ, അതായത് കൂടുതൽ ഇറിഗേഷൻ വേണമല്ലോ ഇതിന്റെ സീഡ്സിന്. അപ്പൊ കണ്ടിന്യൂസ് ഇറിഗേഷൻ എന്താണ്, ട്യൂബ് വെൽസിലെ ഇറിഗേഷൻ ഗ്രൗണ്ട് വാട്ടറിന്റെ ടേബിളിനെ അഫക്ട് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കൂടുതലായിട്ട് സോയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് കൂടുതലും നമ്മള് ക്രോപ്സ് അത് കുറെ വലിച്ചെടുക്കും. പക്ഷെ കുറെ അവിടെ നിൽക്കുന്നത് അത് മൊത്തത്തിൽ വലിച്ചെടുക്കില്ല. അപ്പൊ കുറെ അവിടെ നിൽക്കുന്നത് അടിയിലേക്ക് പോയി ഗ്രൗണ്ട് വാട്ടറിലേക്കും ലേക്സിലേക്കും ഒക്കെ അത് കലരും എന്നാണ് പറയുന്നത്. അപ്പൊ കൺസംഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഷൻ ഇൻ പഞ്ചാബ് ഈസ് ദ ഹൈയസ്റ്റ് ഇൻ ദ കൺട്രി. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഷൻ കൺസംഷൻ കൂടുതൽ. ഓക്കെ, അപ്പം ഫാമേഴ്സ്, അപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ഫാമേഴ്സിന്റെ ഇടയ്ക്ക് ലാൻഡ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരേപോലെ ലാൻഡ് ആയിരിക്കില്ല അല്ലെ. നമ്മുടെ സ്ഥലത്ത് തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കാം. ചിലർക്ക് ഇപ്പൊ കുറെ ലാൻഡ് ഉണ്ടാവും, ചിലർക്ക് ഇപ്പൊ കുറച്ച് ലാൻഡ്, ചിലർക്ക് ലാൻഡേ ഉണ്ടാവില്ല. ചിലര് വലിയ ആൾക്കാരുടെ അടുത്ത് പോയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവല്, കൃഷി ചെയ്യുന്നുണ്ടാവില്ല. വേറെ ആളെ സ്ഥലത്ത് പോയിട്ടായിരിക്കും. 240 അപ്പം ഇതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. In Palambur, about 1/3 of the 450 families are landless. That is 150 families, most of them Dalit, have no land. For കൂടുതൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലാൻഡേ ഉണ്ടാവില്ല. അവർ വലിയ
ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പണിയെടുക്കലാണ് കൂടുതലും ആയിട്ടുള്ളത്. ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക, നിങ്ങളുടെ സ്ഥലമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ഓരോ പോർഷൻസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും. ഹൂ വിൽ പ്രൊവൈഡ് ദ ലേബർ, നെക്സ്റ്റ് ഒരു ഫാക്ടർ ആണ്. ആഫ്റ്റർ ലാൻഡ്, ലേബർ ഇസ് ദ നെസസറി ഫാക്ടർ ഫോർ പ്രൊഡക്ഷൻ അല്ലെ. ലാൻഡിന്റെ ഇപ്പൊ കാര്യം നമ്മൾ പറഞ്ഞു, ലാൻഡ് ഫിക്സഡ് ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ മോഡേൺ ക്രോപ്പിംഗ് മെത്തേഡ്സ്, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് മെത്തേഡ്സ്, മോഡേൺ മെത്തേഡ്സ് എങ്ങനെ വന്നു, അപ്പൊ ലാൻഡിനെ എങ്ങനെ അത് അഫക്ട് ചെയ്യും, നെഗറ്റീവായിട്ട് എന്തൊക്കെ അഫക്ഷൻ ഉണ്ടാവും, അതേപോലെ പിന്നെ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളിപ്പോ പഠിച്ചു. നെക്സ്റ്റ് ഹൂ വിൽ പ്രൊവൈഡ് ലേബർ, ലേബറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ ലേബർ ആര് കൊടുക്കും. അപ്പൊ ഫാമിംഗ് റിക്വയർസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹാർഡ് വർക്ക്. സ്മോൾ ഫാമേഴ്സ് അലോങ് വിത്ത് ദർ ഫാമിലീസ് കൾട്ടിവേറ്റ് ദർ ഓൺ ഫീൽഡ്സ്. Thus, they provide the labor required for farming themselves. Medium and large farmers hire farm laborers to work on their field. അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്ത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മളെ ഒരു ഫീൽഡ് ആണെങ്കിൽ ചെറിയ രീതിയിലാണ് നമ്മൾ അവിടെ കൾട്ടിവേഷൻ നടത്തുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് പണിയെടുത്തിട്ട് അത് ചെയ്യും. ഓക്കെ, വി കൾട്ടിവേറ്റ് ടുഗെദർ. പക്ഷേ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ്, അതായത് ചെറിയ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, അവര് വലിയ ഫാമേഴ്സ്, അതായത് വലിയ രീതിയിലുള്ള ലാൻഡ് ഒക്കെ ഉള്ള ആൾക്കാർ, അവര് പുറത്തുനിന്ന് ആൾക്കാരെ എടുത്തിട്ട് വേറെ സ്മോൾ സ്കെയിൽ ഫാമേഴ്സിനെ വിളിച്ചിട്ട് അവരെ പണിയെടുപ്പിക്കും. ഓക്കെ, അപ്പൊ അവരവരുടെ ലേബർ റൈറ്റ് പോയിട്ട് അവിടുന്ന് അവർക്ക് വേജ് കിട്ടും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു നെക്സ്റ്റ് പേജില് ഒരു രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് വർക്ക് ദിസ് ഡേയ്സ്. Only large farmers hire us, and that too for very limited number of days. We have tractors for plowing, harvesters for harvesting, threshers for threshing, even for removing weeds. Some farmers spray weedicide. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് കൊണ്ട് ലേബറേഴ്സ്, ചെറിയ രീതിയിലുള്ള ഫാമേഴ്സിന് വന്ന നെഗറ്റീവ് സൈഡ്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അവരെ ടോക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഡെപ്പിക്ഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ചിലര് എല്ലാം പ്ലോവിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷീനറി എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് അവിടെയൊക്കെയുള്ള ഹ്യൂമൻ ലേബർ കുറെയാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്നുള്ള ശരിയാണ്, പക്ഷെ സ്മോൾ സ്കെയിൽ ഫാമേഴ്സിന് അതൊരു നെഗറ്റീവ് സൈഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. കൂടുതലും വേജ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവർക്കൊരു ഇൻകം എന്ന് പറയുന്നത് കിട്ടുന്നത്. അവര് സ്വന്തമായിട്ട് കൾട്ടിവേഷൻ അല്ല, സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് വേജസ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പൊ ഇന്ന ദിവസം ഇവിടെ പോയി പണിയെടുത്താൽ ഇത്ര രൂപ കിട്ടും, അതാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ അതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നെക്സ്റ്റ് പേജിലാണെങ്കിൽ ലെറ്റ്സ് ഡിസ്കസ് എന്ന് പറയുന്ന പാട്ടിൽ വൈ ആർ ഫാം ലേബറേഴ്സ് ലൈക്ക് ദാക്ക ആൻഡ് റാംകാലി പൂർ. ദാലയും റാംകാലിയും എന്തുകൊണ്ടാണ് പൂർ ആയിട്ട് തന്നെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവര് വേജസിനാണ് പോകുന്നത്. ഇപ്പൊ ചില സമയം അവർക്ക് പണി ഉണ്ടാവും, ചില സമയത്ത് അവർക്ക് വർക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എക്കണോമിക്കലി അവർ ബാക്ക്വേർഡ് ആയിട്ട് തന്നെ തുടരുകയാണ് ചെയ്യുക. Gosaipur and Majoli are two villages in North Bihar. Out of a total 850 households in the two villages, there are more than 250 men who are employed in rural Punjab and Haryana or in Delhi, Mumbai, Surat, Hyderabad or Nagpur. Such migration is common in most villages across India. Why do people migrate? നെക്സ്റ്റ് ഒരു മെയിൻ കാറ്റഗറിയാണ് എന്തുകൊണ്ടാണ് ലേബറേഴ്സ് വേറെ അടുത്തുള്ള പട്ടണങ്ങളിലൊക്കെ പോയി പണിയെടുക്കാൻ നോക്കുന്നത്. കാരണം അവരെ ചുറ്റുപാടിലും അവർക്ക് ജോബ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവര് നെക്സ്റ്റ് ഒരു ഏരിയയിലേക്ക് പോയിട്ട്, ഇപ്പൊ നമ്മൾ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ, അതിന്റെ ഒക്കെ അനലൈസേഷൻ ഇനി വരുന്നുണ്ട്, അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അപ്പൊ നമ്മൾ ലേബറേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളും അവരുടെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് ഒക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ നീഡഡ് ഇൻ ഫാമിംഗ്. എന്ത് ക്യാപിറ്റൽ ആണ് നമുക്ക് വേണ്ടത്? അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഇപ്പൊ ചില ഫാമേഴ്സ് ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ഇതില് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും, ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അവർക്ക് അത് എടുത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. സാധനങ്ങൾ വാങ്ങാനും കൃഷി നടത്താനും ഉള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും.
പക്ഷേ ഇൻ കേസ് ഓഫ് സ്മോൾ സ്കെയിൽ ഫാമേഴ്സ്, അതായത് ചെറിയ രീതിയിൽ കൾട്ടിവേഷൻ നടത്തുന്നവരുടെ കയ്യിൽ അവർ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ഔട്ട്പുട്ട് കുറവ് തന്നെയായിരിക്കും. ആ കുറവ് അവർക്ക് ചിലപ്പം ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവരുടെ ഫാമിലിക്ക് കൺസംഷൻ, അതായത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ചിലപ്പോൾ ഉണ്ടാവാറുള്ളൂ. അവർക്ക് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അധികം വരുന്ന എമൗണ്ട് അവര് നമ്മൾ സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് കടയിൽ കൊടുക്കും എന്ന് പറയുന്നു. പക്ഷെ അവർക്ക് അതിന് പോലുള്ള അവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, ആ സമയത്ത് അവര് നെക്സ്റ്റ് ഒരു ഫാമിംഗ് ആക്ടിവിറ്റി, അവർക്ക് വേറൊരു ജോലി അറിയില്ല, ഫാമിംഗ് ആക്ടിവിറ്റി തന്നെ പോകണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് മണി ലെൻഡേഴ്സിനൊക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, പൈസ കടം വാങ്ങേണ്ടി വരും. പക്ഷെ അവരുടെ ഔട്ട്പുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് അതൊരു വലിയ ഡെപ്റ്റ് ആയിട്ട് തന്നെ മാറുകയാണ്. മനസ്സിലായോ? അതാണ് ഈ ക്യാപിറ്റൽ നീഡഡ് ഇൻ ഫാമിംഗിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഈ ക്യാപിറ്റൽ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ ക്യാപിറ്റൽ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും എന്തിനും ഉണ്ടാവും. അതിലാണ് ക്യാപിറ്റലിൽ തന്നെ സ്മോൾ സ്കെയിൽ ഫാമേഴ്സും ലാർജ് സ്കെയിൽ ഫാമേഴ്സും അനുഭവിക്കുന്ന പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എന്തൊക്കെയാണെന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് അതിൽ നോക്കേണ്ടത്. ഓക്കെ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സെയിൽ ഓഫ് സർപ്ലസ് ഫാം പ്രൊഡക്ട്സ്. അപ്പൊ ഈ ഫാം പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നത് അപ്പൊ സർപ്ലസ് ആയിട്ട്, അപ്പൊ അതിപ്പോ ഞാൻ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് സ്മോൾ സ്കെയിൽ ഫാക്ടേഴ്സിന്. Let us suppose that the farmers have produced wheat on their lands using 3 factors of production. The wheat is harvested and production is completed. Upon they retain a part of the wheat for the family's consumption and sell the surplus wheat. പക്ഷേ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് എന്താണ്, ലാർജ് സ്കെയിൽ ഫാമേഴ്സിന്റെ ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ പഠിച്ചത്. അവര് ഹാർവെസ്റ്റ് ചെയ്തു, അവർക്ക് ഔട്ട്പുട്ട് കിട്ടി, അവര് കുറച്ച് അതിലെടുത്തിട്ട് അവരുടെ ഫാമിലിന്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചു, ബാക്കി അവര് സെൽ ചെയ്യുന്നു. പക്ഷേ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ആയിട്ടുള്ളവരെ അവസ്ഥ എന്താണ്, അവർക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ കൊടുക്കാൻ ഉണ്ടാവില്ല, ചിലപ്പോൾ മാർക്കറ്റിൽ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. ആ കൊടുത്തിട്ട് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് അവർ വേറെ നെക്സ്റ്റ് ഒരു കൾട്ടിവേഷൻ തുടങ്ങാനേ പറ്റുള്ളൂ. അവർക്ക് കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ടത് നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് ഇൻ പലമ്പൂർ ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ്. ഡയറി എന്താണ്? Dairy is a common activity in many families in Palambur. People feed their buffaloes on various kind of grass and jowar. Milk is sold in Raiganj. അപ്പൊ അവര് ഈ ഡയറി വെച്ചിട്ട് തന്നെ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ ഡയറി അവർക്ക് സെല് ചെയ്യാൻ കൊണ്ടുപോവാം, രായ്ഗഞ്ചിൽ കൊണ്ടുപോവാം, അതിന്റെ കളക്ഷൻ ഏരിയ കൊടുക്കാം. ഓക്കെ, അപ്പൊ ലെറ്റസ് ഡിസ്കസ് 3 farmers each has grown wheat on his field through production inactivity. കുറച്ച് ആക്ടിവിറ്റീസ് ആണ്, അത് തന്നെ ചെയ്ത് നോക്കുക. അപ്പൊ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. നെക്സ്റ്റ്, an example of small scale manufacturing in Palambur. Unlike the manufacturing that takes place in big factories in the towns and cities, manufacturing in Palambur involves very simple production methods. ഈ നമ്മുടെ വില്ലേജിലൊക്കെയുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് സിമ്പിൾ മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യാവുന്നതായിരിക്കും. അതിൽ ഇപ്പൊ നമ്മുടെ സ്ഥലത്ത്, ഇപ്പം എന്റെ സ്ഥലത്ത് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, ഇവിടെ അച്ചാറ് കമ്പനികളുണ്ട്, പപ്പടം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെ ചെറിയ കാര്യങ്ങളെ വേണ്ടു, സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അത് തന്നെയാണ് പലമ്പോഴും നമ്മൾ റിസംബ്ലൻസ് ചെയ്യുന്നത്. അതായത് വലിയ മെഷീനറിയും വലിയ സൊഫസ്റ്റിക്കേറ്റഡ് മെഷീൻസും ആക്ടിവിറ്റീസും ഒന്നും വേണ്ടാത്ത തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും എന്തിലുണ്ടാവല്, നമ്മുടെ ഇതേപോലുള്ള വില്ലേജസിൽ ഉണ്ടാവുന്ന നോൺ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പം ഇതിൽ തന്നെ മിശ്രിലാൽ എന്ന് പറയുന്ന ബോക്സിലുള്ള മിശ്രിലാൽ ഹാസ് പർച്ചേസ്ഡ് എ മെക്കാനിക്കൽ ഷുഗർ കെയിൻ ക്രഷിംഗ് മെഷീൻ റൺ ഓൺ ഇലക്ട്രിസിറ്റി ആൻഡ് ഹാസ് സെറ്റപ്പ് on his field. Sugarcane crushing was earlier done with the help of bullocks, but people prefer to do it by machine these days. Mr. Lal also buys sugarcane from other farmers and process it into jaggery. അപ്പം ഈ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് തുടങ്ങുന്ന അതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് അവിടെയുള്ള ഒരു മിശ്രിലാൽ എന്ന് പറയുന്ന ഒരാള്. ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഉള്ള സമയത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നു, ഒരു മെഷീൻ സെറ്റപ്പ് ആക്കുന്നു, ഈ ഷുഗർ കെയിൻ ക്രഷ് ചെയ്യുന്ന മെഷീൻസ്. ആ മെഷീൻസ് ഷുഗർ കെയിൻ ക്രഷ് ചെയ്തിട്ട് ജാഗറി ഉണ്ടാക്കുന്നു. അയാൾ കൾട്ടിവേറ്റ് ചെയ്തത് കൂടെ
കൂടാതെ തന്നെ അയാൾ ഷുഗർ കെയിൻ ഉണ്ടാക്കുന്നവരുടെ അടുത്ത് പോയിട്ട് അത് മേടിച്ചിട്ട് ജാഗറി ആക്കിയിട്ട് സെൽ ചെയ്യുന്നു. അപ്പൊ അവരൊരു അഡീഷണൽ പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കുന്നില്ലേ? ഓക്കെ. പിന്നെ ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ട് അല്ലെ? ഷോപ്പ് കീപ്പേഴ്സിൽ ഇപ്പൊ നമ്മള് സാധാ റൈസ്, വീറ്റ്, ഷുഗർ, ടീ, ബിസ്ക്കറ്റ്, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ബാറ്ററീസ്, കാൻഡിൽസ് അതൊക്കെ സെൽ ചെയ്യുന്ന ആൾക്കാര്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടോപ്പിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഒരു ചുറ്റുപാടുമായിട്ട്, നിങ്ങളുടെ സറൗണ്ടിങ്സുമായിട്ട് എന്തായാലും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ എക്കണോമിക്കലി നിങ്ങൾക്ക് നല്ലൊരു നോളജ്, നല്ല ഇപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഐഡിയ നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എന്താണ്, ഒരു ഇമാജിനറി വില്ലേജ് പലമ്പൂർ വെച്ചിട്ട് നെക്സ്റ്റില് ഒരു സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ നമ്മളിപ്പോ പഠിച്ചത് എന്ന് പറഞ്ഞത്. അപ്പൊ മെയിൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫാമിംഗ് ആണ്. അതർ ആക്ടിവിറ്റീസും ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ വില്ലേജ് പ്രൊഡക്ഷൻ, നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഫാമിംഗ് എങ്ങനെയാണ്, അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ലാൻഡ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, അതിലെ ഫാം പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്. അപ്പൊ മെയിൻലി നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു വരികയാണ് എന്തൊക്കെയാണ്. ആദ്യം എന്താണ് നമ്മൾ പഠിച്ചത്? പലമ്പൂർ എന്താണ്, പലമ്പൂരിലെ വില്ലേജസ് എങ്ങനെയാണ്, അതിന്റെ പോപ്പുലേഷൻ എങ്ങനെയാണ്, അവിടെയുടെ ആൾക്കാരുടെ മെയിൻ ജോലികൾ എന്തൊക്കെയാണ്, അതൊക്കെ പഠിച്ചു. അപ്പൊ അതിന്റെ മെയിൻ എന്താണ്, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ആണ് അല്ലെ? പ്രൊഡക്ഷൻ എന്താണ് നമ്മൾ പഠിക്കണം. അപ്പൊ ഈ പ്രൊഡക്ഷനിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്? മെയിൻ എയിം ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? നമുക്ക് വേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഉണ്ടാക്കുക. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 4 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ. ഈ ഫിസിക്കൽ ക്യാപിറ്റലിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. നെക്സ്റ്റ് എന്താണ്? മെയിൻ എന്താണ്? എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ. നെക്സ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചത്? ലാൻഡ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, ലാൻഡ് കൺസ്ട്രെയിൻ, മെയിൻ കൺസ്ട്രെയിൻ എന്തൊക്കെയായിരുന്നു? ലാൻഡ് ഫിക്സഡ് ആണ്, അധികമായിട്ട് ഉപയോഗിക്കാനില്ല. ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് ലാൻഡ് ഉണ്ടാവില്ല അല്ലെ? ലേബറേഴ്സ് എങ്ങനെയാണ്? സ്മോൾ സ്കെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ലാർജ് സ്കെയിൽ ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഗ്രീൻ റവല്യൂഷൻ വന്നപ്പം എന്തൊക്കെ ഉണ്ടായി അല്ലെ? ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് അല്ലെ? ഈൽഡ് വെറൈറ്റി കൂട്ടാം. പിന്നെ ഈൽഡ് കൂട്ടിയത് നെക്സ്റ്റ് ഒരു മോഡേൺ ഫാമിംഗ് മെത്തേഡ്. അതിൽ ഗ്രീൻ റവല്യൂഷൻ എന്തൊക്കെ പോസിറ്റീവ് സൈഡ് എന്താണ്, അതേപോലെ നെഗറ്റീവ് സൈഡ് എന്താണ്, അതേപോലെ നെക്സ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചത്? ലേബർ. ലേബർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയി, അവർക്ക് വേജസ് എങ്ങനെ കിട്ടി, വേജ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെ വന്നു അല്ലെ? നോൺ ഫാമിംഗ് സെക്ടേഴ്സിൽ വരികയാണെങ്കിൽ മാനുഫാക്ചറിങ് എങ്ങനെ, ഡയറി എങ്ങനെ, അവരൊരു അഡീഷണൽ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കി അല്ലെ? ജാഗറിന്റെ ഒരു എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ വന്നു, ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് അവരെങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി, സെല്ല് ചെയ്യാൻ തുടങ്ങി അല്ലെ? ഇതാണ് മെയിൻ ആയിട്ട് പലമ്പൂർ എന്ന് പറയുന്ന വില്ലേജിൽ നമ്മൾ ഒരു ഐഡിയ നമുക്ക് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ബേസിക് എക്കണോമിക്സിൽ ബേസിക് ആണ് പ്രൊഡക്ഷൻ, ഗുഡ്സ്, സർവീസസ്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കിട്ടിയില്ലേ ഇതിൽ നിന്ന് തന്നെ? എങ്ങനെ അവർക്ക് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് എക്കണോമിക്കലി ബേസിക് ആയിട്ടുള്ള കാര്യം തുടങ്ങിയിട്ടാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പഠിക്കുക അല്ലെ? എക്കണോമിക്കലി നമ്മളിപ്പോ വലിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പെട്ടെന്ന് നമ്മൾ വലിയ വാക്കുകളിലേക്കല്ല പോകണം. അപ്പൊ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പഠിച്ചു. ഓക്കെ. നെക്സ്റ്റ് ഇതില് എക്സസൈസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. Every village in India is surveyed 1 in 10 years during the census, and some details are presented in the following format. Fill up the following based on information in Palambur. Location, total area of the village, land use. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാ, നിങ്ങളുടെ ഒരു ഏരിയ തന്നെ, നിങ്ങളുടെ ഇപ്പൊ കുറെ ചാർട്ട്സ് നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ കുറെ ചാർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ എടുത്തു വെച്ച് നോക്കുക എങ്ങനെയാണ് ഇത് ഡിവിഷൻ വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ കൾട്ടിവേറ്റഡ് ലാൻഡ്, ഇറിഗേറ്റഡ്, അൺഇറിഗേറ്റഡ് ലാൻഡ്, നോട്ട് അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ, അതേപോലെ ഫെസിലിറ്റീസ്
ഫെസിലിറ്റീസ് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്? എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി, മെഡിക്കൽ, മാർക്കറ്റ്, ഇലക്ട്രിസിറ്റി സപ്ലൈ, കമ്മ്യൂണിക്കേഷൻ, നിയറസ്റ്റ് ടൗൺ, ഇതൊക്കെ എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡേൺ ഫാർമിംഗ് മെത്തേഡ്സ് റിക്വയർ മോർ ഇൻപുട്സ് വിച്ച് ആർ മാനുഫാക്ചർഡ് ഇൻ ഇൻഡസ്ട്രി. ഡു യു എഗ്രി? Modern farming methods require more inputs which are manufactured in industry. Do you agree? Agree അല്ലേ? പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്ത് വരുന്ന സാധനങ്ങളല്ലേ? കൂടുതൽ ഇൻപുട്ട് അങ്ങനത്തെ കാര്യങ്ങളല്ലേ കൊടുക്കേണ്ടി വരുന്നത്? ഹൗ ഡിഡ് ദ സ്പ്രെഡ് ഓഫ് ഇലക്ട്രിസിറ്റി ഹെൽപ്പ് ഫാർമേഴ്സ് ഇൻ പലമ്പൂർ? എങ്ങനെ? അവർക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് അല്ലേ? അതാണ് മെയിൻ ആയിട്ട്. Is it important to increase the area under irrigation? Why? Construct a table on the distribution of land among the 450 families of Palambur. Why are the wages for farm laborers in Palambur less than the minimum wages? In your region, talk to 2 laborers. Choose either farm laborers or laborers working at construction sites. What wages do they get? Are they paid in cash or kind? Do they get work regularly? Are they in debt? അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഈ ലേബേഴ്സിന് വേജ് ആയിട്ട് പോകുന്ന സമയത്ത് ഈ വേജസിന്റെ ഒപ്പം ചിലപ്പോൾ ഫുഡ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളിലൂടെയാണ് വന്നത്. നമ്മളിപ്പം അറിയുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാവും, വിത്ത് ഫുഡ് ഉണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് വന്നത് എന്നൊക്കെയാണ് നമ്മളിപ്പോ ഈ ബേസിക്കലി പഠിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് വേസ് ഓഫ് increasing production on the same piece of land? Use examples to explain. എന്തൊക്കെയാ പറയേണ്ടത്? മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് അല്ലേ? അതൊക്കെ പറയണം. ഡിസ്ക്രൈബ് ദ വർക്ക് ഓഫ് എ ഫാമർ വിത്ത് 1 hectare ഓഫ് ലാൻഡ്. വലിയ ലാൻഡ് ഉള്ള ആള്, അതായത് ലാർജ് സ്കെയിൽ ഫാമേഴ്സ്, അവരെ വർക്ക് എങ്ങനെയാണ് അത് പറയാ. ഒരു വലിയ ലാർജ് സ്കെയിൽ ഫാമേഴ്സ് വലിയ മെഷീനറീസ് ഉപയോഗിക്കാം, ട്രാക്ടേഴ്സ് പ്ലവ് ചെയ്യാൻ എല്ലാത്തിനും ഉപയോഗിക്കാം. അതേപോലെ ചെറിയ സ്മോൾ സ്കെയിൽ ഫാമേഴ്സിനെ ഹയർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു, അതൊക്കെ പറയാം. ഹൗ ഡു ദ മീഡിയം ആൻഡ് ലാർജ് ഫാമേഴ്സ് ഒബ്റ്റെയിൻ ക്യാപിറ്റൽ ഫോർ ഫാമിംഗ്? നമ്മൾ പറഞ്ഞു. അതാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു 13th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അത് 13th question, what are the non-farm products activities taking place in your region? Make a short list. What can be done so that more non-farm production activities can be started in villages? എന്തൊക്കെയാണ് നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ? അതായത് എന്റർപ്രണർ ആവുന്നത് എങ്ങനെ അല്ലെ? സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഒക്കെ എങ്ങനെ തുടങ്ങാം? ഇപ്പൊ അച്ചാറ്, പപ്പടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ തുടങ്ങാം? അതൊക്കെ നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കുക. ബേസിക് ആയിട്ട് നിങ്ങൾ സർവേ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് രീതിയിൽ നിങ്ങളുടെ ചുറ്റുപാട് നടക്കും. ഇപ്പൊ 2-3 വീട് എടുക്കുക, അവിടെയുള്ള ആൾക്കാരുടെ ജോലി എങ്ങനെ ഇൻകം വരുന്നു, അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. അതാണ് എക്കണോമിക്കലി മെയിൻ വേണ്ടത്. നമ്മളെ സറൗണ്ടിങ്സിനെ കുറിച്ചും നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ടും നല്ല ഐഡിയ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇന്നിപ്പോ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുക, മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നോക്കാം. താങ്ക് യു.